ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മാളുബാവ വ്ളോഗ്സ്. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ എന്നെ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ഒരു യൂട്യൂബ് ജേണി എങ്ങനെയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് ഞാനൊരു 4 മാസം കൊണ്ടാണ് കേട്ടോ മോണിറ്റൈസേഷൻ ആക്കി എടുത്തത്. അപ്പോൾ അത് പുതിയ യൂട്യൂബേഴ്സിന്, ഞാൻ വലിയ യൂട്യൂബറായിട്ടൊന്നുമല്ല, എന്നാലും ഇപ്പോൾ പുതിയതായിട്ട് യൂട്യൂബിലേക്ക് വരുന്ന ആളുകളോടൊക്കെ ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2025 ഏപ്രിലും കണ്ടായിട്ടാണ് കേട്ടോ ഫസ്റ്റ് യൂട്യൂബ് തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായി എന്ന് പറഞ്ഞാൽ. അപ്പോൾ തമാശയ്ക്ക് വേണ്ടിയിട്ട്, അതായത് മാളും വാവയും എൻ്റെ മക്കളാണ് കേട്ടോ. മാളും വാവയും ചാനൽ നെയിമും മാളുബാവ വ്ളോഗ്സ് തന്നെയാണ്. അപ്പോൾ വാവയാണ് കേട്ടോ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി കുറച്ച് നാൾ മുന്നേ യൂട്യൂബ് ചാനൽ തുടങ്ങി. അതിൽ വീഡിയോസൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ 2025 ഏപ്രിൽ എങ്ങാണ്ടായിട്ടാണെന്നാണ് എൻ്റെ ചെറിയൊരു ഓർമ്മ. ആ സമയത്ത് വാവ ഒരു ഡാൻസ് വീഡിയോയോ അങ്ങനെ എന്തോ കണ്ടൊരു വീഡിയോ ഇട്ടപ്പോൾ അതൊരു 800 ആൾക്കാരോളം കണ്ടു കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം ഒരു വീഡിയോ ഇടുന്ന ടൈമിൽ 800 പേരൊക്കെ കാണുക, നമ്മൾ യൂട്യൂബ് ചാനലൊന്നും വലിയ കാര്യമായിട്ട് ആരും അറിഞ്ഞിട്ടില്ല, ഒന്നുമില്ല. അപ്പോൾ 800 പേരൊക്കെ കാണുകയെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അതെനിക്കൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു കേട്ടോ. പിന്നെ പക്ഷെ ഞാനത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, മാളുവാവ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവർ വീണ്ടും ഒരു പാട്ട് പാടിയിട്ടൊരു വീഡിയോ, മാളും ഒരു പാട്ട് പാടിയിട്ടൊരു വീഡിയോ ഇട്ടു. അതും ഇതുപോലെ എത്രയോ വ്യൂസ് അങ്ങോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് എൻ്റെ അടുത്ത് വന്നിട്ട് വാവയും മാളും പറയണം, അമ്മ ഞങ്ങൾ യൂട്യൂബിൽ അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് ഇത്രയും ആൾക്കാർ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാനതെടുത്ത് നോക്കിയപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. പക്ഷെ അന്ന് ഞാനത് വിട്ടു കേട്ടോ. അന്ന് അങ്ങനെ വീഡിയോസൊന്നും കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ മാളിനോടും അവരോടും പറഞ്ഞു, നമുക്ക് എന്തായാലും യൂട്യൂബ് ചാനൽ ഒരെണ്ണം തുടങ്ങിയാലോ, നിങ്ങൾ തന്നെ. എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ പുറമെ, അതായത് കുറേ ആൾക്കാരെ ഫേസ് ചെയ്യാനോ അങ്ങനെ വീഡിയോസ് ഇടാനൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ചമ്മലാണ് കേട്ടോ. ഇപ്പം എനിക്ക് നാണക്കേടൊന്നുമില്ല, അന്ന് എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു. അപ്പം മാളുവിനോടും അവിടെ ഞാൻ പറഞ്ഞു, നിങ്ങൾ തന്നെ ഡാൻസൊക്കെ ആയിട്ട് ഒരു വീഡിയോ ഇടാൻ നമുക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഒരു ഡിസംബറൊക്കെ ആവുന്ന സമയത്തൊക്കെയാണ് തോന്നുന്നു കണ്ടിന്യൂസ് ആയിട്ട് ഷോർട്സ് ഇട്ട് തുടങ്ങി, അതായത് ഡാൻസ് ഇട്ട് തുടങ്ങി. ആദ്യം ഒരു ഡാൻസ് ഇട്ടു, അതങ്ങനെ 1K ആയി, 2K ആയി, പിന്നെ അങ്ങനെ വീഡിയോസ് ഇട്ട് തുടങ്ങിയിട്ട് പിന്നെ സത്യം പറഞ്ഞാൽ യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഒരു കാര്യങ്ങളും യൂട്യൂബിനെ കുറിച്ച് അറിയായിരുന്നില്ല. എൻ്റെ വിചാരം, ഞാനിങ്ങനെ വീഡിയോസുകൾ ഇങ്ങനെ കാണുന്ന സമയത്ത് ഇങ്ങനെ 1000 വ്യൂസിന് ഇത്ര രൂപ വെച്ച് കിട്ടും. പിന്നെ നമ്മളിങ്ങനെ വലിയ യൂട്യൂബേഴ്സിൻ്റെയൊക്കെ വീഡിയോസ് കാണുമ്പോൾ അവരിങ്ങനെ യൂട്യൂബ് വരുമാനം കൊണ്ട് അത് ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വീഡിയോ ഇട്ടിട്ട് നമുക്ക് ഇത്രയും കാശ് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ടായിക്കൂടാ എന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചത്. അന്നൊക്കെ എനിക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടുള്ളൊരു തെറ്റായ ധാരണയായിരുന്നു അത്. അങ്ങനെ ഞങ്ങൾ യൂട്യൂബ് ശരി, നമുക്കിത് കറക്റ്റായിട്ട് കൊണ്ടുപോകണം, ഇതിന് നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ വീഡിയോസ് ഇട്ട് തുടങ്ങി. അങ്ങനെ ഒരു ദിവസം 2-3 ഷോർട്സ് വെച്ചിട്ടു, ഇടയ്ക്കൊക്കെ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങി. അങ്ങനെ ഞങ്ങൾ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയതിന് ശേഷമാണ് ഇങ്ങനെ 50 സബിന് മേലായി കഴിഞ്ഞാൽ ലൈവ് തുടങ്ങാമെന്നൊക്കെ കേട്ടത്. അങ്ങനെ ഞങ്ങൾ ഒരു 400 സബ് അങ്ങോട്ടായ സമയത്താണ് തോന്നുന്നു ലൈവ് ഇട്ട് തുടങ്ങിയത്. ഫസ്റ്റ് ടൈം തന്നെ ലൈവ് ഇടാൻ വേണ്ടി ഇരുന്നു. കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ ആണ് കേട്ടോ. എന്താ വെച്ചാൽ എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. എൻ്റെ ഒരു യൂട്യൂബ് ജേണിയെ കുറിച്ചിട്ടാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എത്രമാത്രം ഉപകാരപ്രദമാവുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ്, ഞാൻ ഇതുവരെ ഇപ്പോൾ ഒരു 8 മാസത്തോളം ആയിട്ടുണ്ടാവും. ഈ 8 മാസത്തെ എൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരമാവുകയാണെങ്കിൽ ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം അങ്ങനെ ലൈവ് ഇടാൻ വേണ്ടിയിട്ട് ഇരുന്ന സമയത്ത് മാളുവിനെയും വാവിനെയും ഫ്രണ്ടിലിരുത്തി ഞാൻ ബാക്കിൽ ഇരുന്നിട്ടാണ് കേട്ടോ ലൈവ് ഇടാൻ വേണ്ടി ഫസ്റ്റ് ലൈവ് ഞങ്ങൾ ഓപ്പൺ ആക്കിയത്. അങ്ങനെ പക്ഷേ ആ ലൈവ് ഓപ്പൺ ആയതിനു ശേഷം പെട്ടെന്ന് കട്ടായിപ്പോയി. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എന്താ ഇത് കട്ടായതെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. പിന്നെയാണ് 16 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ലൈവ് ചെയ്യാൻ പാടില്ല, അങ്ങനെ അതുകൊണ്ടാണ് ലൈവ് കട്ടായിപ്പോയേ.
എന്നിട്ട് ഞങ്ങൾക്ക് 14 ദിവസം സ്ട്രൈക്ക് കിട്ടി. അത് ഭയങ്കരമായിട്ട് സങ്കടമായി കേട്ടോ. എനിക്ക് സത്യത്തിൽ നല്ല ഷോക്കായി. ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾ വ്യൂസ് 1000 സബ്ബൊക്കെ ആവാൻ വേണ്ടി അത്രയും എഫേർട്ട് എടുത്തിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കറക്റ്റ് ടൈമിങ് വെച്ച് ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്ത് അങ്ങനെ ആയപ്പോൾ ഫസ്റ്റ് സ്ട്രൈക്ക് കിട്ടിയപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടമായി കേട്ടോ. അത് കഴിഞ്ഞ് 14 ദിവസം കഴിഞ്ഞപ്പോൾ അതൊക്കെ റെഡിയായി. വീണ്ടും ആളും വാവേടിയും കൂടി ഒരു ഷോർട്സ് വീഡിയോ ഇട്ട് വെട്ടുകത്തി പിടിച്ചിട്ടൊരു വീഡിയോ. അപ്പോഴും അറിയില്ലായിരുന്നു അത് വയലേഷനും കാര്യങ്ങളുമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ വീണ്ടും രണ്ടാമത്തെ സ്ട്രൈക്ക് കിട്ടി. 2 സ്ട്രൈക്ക് കിട്ടിയപ്പോൾ യൂട്യൂബ് വാർണിംഗ് തന്നു, ഇനി ഒരു സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ മൊത്തത്തിൽ പോകും എന്നുള്ളത്. അത് അന്ന് മുതൽ ഭയങ്കര ടെൻഷനായി. ഞാൻ തല കറങ്ങി വീണു, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. കാരണം ഞാൻ ഇത് ശരിക്കും ഇപ്പം എൻ്റെ ഒരു ജോലിയായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്നതാണ് കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ യൂട്യൂബ് എന്ന് പറയുന്നത് ശരിക്കും പേഴ്സണലി അത്രയും അറ്റാച്ച്മെൻ്റായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു വർക്കാണ് കേട്ടോ എൻ്റെ യൂട്യൂബ്. അത്രയും സന്തോഷത്തോടു കൂടി ചെയ്യുന്ന ഒരു ജോലിയാണ്. ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങി കുറേ പേര് നെഗറ്റീവ് പറയാനൊക്കെ ഉണ്ടാവുമല്ലോ. ഞാൻ നെഗറ്റീവ് പറയുന്നവരെ ഞാൻ മൈൻഡ് ചെയ്യാറില്ല. നമ്മൾ ആരോടും ഒന്നും ഒരു തെറ്റും ചെയ്യാൻ നമ്മൾ പോണില്ല. നല്ല രീതിയിൽ നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ നോക്കി ജീവിക്കുകയാണ്. ആരുടെ ഒരു കാര്യത്തിൽ ഞാൻ ഇടപെടാൻ പോകാറില്ല, ആരുടെയും ഒരു കാര്യം ചോദിക്കാറില്ല, ഒരു കാര്യം അന്വേഷിക്കാറില്ല. ഒരാളുടെ ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ കടന്നു ചെന്നിട്ടില്ല. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, ഞാൻ ചെയ്യാറുമില്ല. അപ്പോൾ അങ്ങനെ യൂട്യൂബ് പിന്നെ ഞങ്ങളുടെ ലൈവൊക്കെ റെഡിയായി. പിന്നെ ഞാൻ ലൈവ് ഇട്ട് തുടങ്ങി. ലൈവ് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഞങ്ങൾക്ക് 1000 സബ്ബായി. 1000 സബ്ബായപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ചെറിയ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ 4 മാസം കൊണ്ട് ലൈവ് ഇട്ട് ഞാൻ കാലത്ത് എണീറ്റ് നേരത്തെ ലൈവ് ഇടും. അങ്ങനെ ഉച്ചയ്ക്ക് ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ലൈവ് ഇടും. അത് കഴിഞ്ഞ് നൈറ്റ് 9 to 11 വരെ കറക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ടൈം കീപ്പ് ചെയ്തിട്ട് ലൈവ് ഇട്ട് തുടങ്ങി. ലൈവ് ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ എനിക്ക് വാച്ച് ഓവർ കംപ്ലീറ്റ് ആയത്. ഡെയിലി 3 ഷോർട്സും ആഴ്ചയിൽ 2 ലോങ് വീഡിയോസും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇട്ട് തുടങ്ങി. നല്ലോണം എഫേർട്ട് എടുത്ത്, ഊണില്ല ഉറക്കമില്ല, അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ. കഷ്ടപ്പെട്ട് ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പുതിയ യൂട്യൂബേഴ്സിനോടാണ് പറയണത്, കഷ്ടപ്പെട്ടിട്ട് നമ്മളൊരു കാര്യം ചെയ്യണം എന്ന് ആഗ്രഹിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ നല്ലോണം എഫേർട്ട് എടുക്കണം. ആൾക്കാർ ഇപ്പോൾ ലൈവ് ചെയ്യുന്ന സമയത്ത് ചിലവർ ബാഡ് കമൻറ്റ്, എനിക്ക് അങ്ങനെ ബാഡ് കമൻറ്റ് വളരെ കുറവാണ്. എങ്കിലും കൂടെ പല രീതിയിലുള്ള ആൾക്കാരായിരിക്കും. അവർക്കിപ്പോൾ നമ്മളൊന്നും അങ്ങോട്ട് കൊടുത്തിട്ടില്ല, അവർ നമ്മുടെ ലൈവിൽ കയറി വരണം, നമുക്കൊന്നും അവരോട് പറയാൻ പറ്റില്ല. അപ്പോൾ അവർ പറയണം നമ്മൾ കേട്ടേ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് എനിക്ക് അങ്ങനെ ബാഡ് കമൻറ്റ് കാര്യങ്ങളൊന്നും വരാറില്ല. എന്നാലും വല്ലതും വന്നാലും നമ്മളെ കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്ന കുറേ ബ്രദേഴ്സ് ഉണ്ട് കേട്ടോ. കുറേ ചേച്ചിമാരുണ്ട്, കുറേ ചേട്ടന്മാരുണ്ട്, കുറേ പേരുണ്ട് നമ്മുടെ സപ്പോർട്ടായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്നവർ കേട്ടോ. എന്നെ സംബന്ധിച്ച് അതൊക്കെ വലിയ കാര്യമാണ്. എനിക്കൊരു ആങ്ങളമാരില്ലാത്തതാണ്. പക്ഷേ എനിക്കിപ്പോൾ ഒരുപാട് ചേട്ടന്മാരുണ്ട്, ഒരുപാട് ചേച്ചിമാരുണ്ട്, ഒരുപാട് അതായത് മുത്തശ്ശന്മാർ, അങ്ങനെയൊക്കെ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ എൻ്റെ ഫാമിലി എനിക്ക് ഇപ്പോൾ 3090 സബ്ബെങ്ങാണ്ടായിട്ടുണ്ട്. ആ 3090 പേരും പിന്നെ ഒരുപാട് ലൈവുകളിലൊക്കെ ഞാൻ കയറാറുണ്ട്. അവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് എനിക്ക് ഈ മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ പറ്റിയത്. ഏകദേശം ഒരു 3 മാസം 4 മാസം കൊണ്ട് ഹാഫ് മോണി ആയി 12 ദിവസം കൊണ്ട് എനിക്ക് ഫുൾ മോണി ആയി. ഇപ്പോൾ എനിക്ക് ഡോളർ കയറി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഡോളർ കയറി കുറച്ചായിട്ട് കയറുന്നുണ്ട്. അപ്പോൾ കുറേ പേര് സൂപ്പർ ചാറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇനി പുതിയതായിട്ട് യൂട്യൂബിൽ വരുന്ന ആൾക്കാരോടാണ്, ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയതെന്നുണ്ടെങ്കിൽ നമ്മളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലം ഉറപ്പായിട്ട് നമുക്ക് കിട്ടും. നമ്മൾ പരിശ്രമിക്കുക, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, നല്ല നല്ല കണ്ടൻറ്റുകൾ ചെയ്യാൻ നോക്കുക. പിന്നെ ടൈമിങ് കീപ്പ് ചെയ്യുക, കറക്റ്റായിട്ട് ഒരു ടൈമിങ്ങിൽ ലൈവും കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങുക. പിന്നെ വീഡിയോസ് ആണെങ്കിലും ഇന്ന സമയത്ത് എത്ര വീഡിയോയാണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ അത് കറക്റ്റായിട്ടൊരു ടൈമിങ്ങിന് ഇടാൻ നോക്കുക. അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മോണിയാക്കി എടുക്കാൻ പറ്റുമെന്ന് ഞാൻ ഉറപ്പ് തരണം കേട്ടോ. എനിക്ക് 4 മാസം കൊണ്ട് അത് സാധിച്ചെങ്കിൽ നിങ്ങൾ ഓരോരുത്തർക്കും അത് സാധിക്കുന്നത് 100% ഉറപ്പാണ്.
പിന്നെ ഇപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, അതായത് ചാനലുകാരുണ്ടാവുമല്ലോ, ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരേനെയൊക്കെ നമുക്ക് സമയം ഉണ്ടാവില്ല. കാര്യം വീട്ടിലെ ജോലികൾ, ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് കിട്ടുന്ന സമയം ഞാൻ എല്ലാവരുടെ ലൈവിൽ കയറിയിട്ട്, പരമാവധി ആൾക്കാരുടെ ലൈവിൽ കയറിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുക, അവരുടെ വീഡിയോസ് കാണുക. നമുക്ക് പറ്റുന്ന സമയങ്ങളിലൊക്കെ മാക്സിമം നമ്മൾ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലൈവ് ചെയ്യണ സമയത്ത് മാക്സിമം നമ്മൾ നല്ല രീതിയിൽ ആൾക്കാരോട് സംസാരിക്കാൻ നോക്കുക. നമ്മുടെ ലൈവിൽ വരുന്ന ആൾക്കാരൊക്കെ ഒന്നും നമ്മളുടെ കയ്യിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടല്ല വരണത്. കാരണം നമ്മൾ അവർക്കൊന്നും കൊടുക്കണില്ല. അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വരുമ്പോൾ അവരോട് നല്ല രീതിയിൽ സംസാരിക്കുക. ഇനിയിപ്പോൾ ഒരാൾ ചീത്തയായിട്ട് നമ്മളോട് സംസാരിച്ചെങ്കിൽ നമ്മൾ ആ മെസ്സേജ് വായിക്കാതെ വിടുക. നമ്മൾ അവർക്ക് റിപ്ലൈ കൊടുക്കണ്ട. നമ്മൾ റിപ്ലൈ കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവർ വീണ്ടും ബാഡ് കമൻറ്റ് പറയാൻ നിൽക്കും. അപ്പോൾ ബാഡായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയോട് നമ്മൾ പരമാവധി സംസാരിക്കാതിരിക്കുക, അവരുടെ മെസ്സേജ് വായിക്കാതിരിക്കുക. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, നമ്മുടെ ലൈവിൽ ബ്ലൂ കൊടുത്തിരിക്കുന്നവരുണ്ടാവുമല്ലോ, അവർ എൻ്റെ ലൈവിൽ എന്നെ സംബന്ധിച്ച് എന്തെങ്കിലും ചെറിയതായിട്ട് ചിലപ്പോൾ ഞാൻ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ബാഡായിട്ട് വന്ന മെസ്സേജ് വന്നു കഴിഞ്ഞാൽ തന്നെ അവരത് റിമൂവ് ആക്കുക, അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അത്രയും സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്ന കുറേ ചങ്ക് ബ്രദേഴ്സ് ഉണ്ട് എനിക്ക്. അപ്പോൾ അവരോടൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് 3000 സബ് ആകുമ്പോഴേക്കും ഫുൾ മോണി ആയി. അല്ല, 2500 സബ് ആകുമ്പോഴേക്കും എനിക്ക് ഫുൾ മോണി ആയി കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇനി എനിക്ക് ഡോളർ കംപ്ലീറ്റ് ആക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് ഞാനിപ്പോൾ. അപ്പോൾ എന്തായാലും മാർച്ച് ആകുമ്പോഴേക്കും ഡോളർ കംപ്ലീറ്റ് ആക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിന് ഇനിയും ഇതുപോലെ എന്നെ ഇത്ര നാൾ സപ്പോർട്ട് ചെയ്ത പോലെ ഇനി അവിടെ നിന്ന് അങ്ങോട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടാവണമെന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യും. ചാനലുകാരോടാണ് കേട്ടോ, എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, എൻ്റെ ലൈവ് നല്ല ലൈവാണ്, ലൈവിൽ കയറാൻ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞവരോടൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഹൃദയത്തിൻ്റെ ഭാഷയിൽ, സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഞാൻ പറയാണ്, ഇതുവരെ എൻ്റെ കൂടെ നിന്ന എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും 1000 താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഒരു കാര്യം കൂടി പറയാനുള്ളത്, യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ട് അത് സക്സസ് ആവുക, 1000 സബ് ആവുക, അതുപോലെ മോണിറ്റൈസേഷൻ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം കഷ്ടപ്പാടുള്ളൊരു കാര്യമാണ്. നല്ലോണം കഷ്ടപ്പാട്. ഇതിൽ കുറേ നിയമങ്ങളും കാര്യങ്ങളും ഉണ്ട്. ആൾക്കാരുടെയൊക്കെ വിചാരം എന്താണെന്നറിയോ, ഒരു യൂട്യൂബിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പൈസ കിട്ടുമെന്ന്. ഒരിക്കലും അങ്ങനെയൊന്നല്ല. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റേതായ കുറേ നിയമങ്ങളുണ്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവണം എന്നറിയില്ല. യൂട്യൂബേഴ്സിന് ആ കാര്യം പറഞ്ഞാൽ ഒരുപക്ഷെ മനസ്സിലാവും. പക്ഷേ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളവർക്കായാലും അല്ലെങ്കിൽ മറ്റുള്ളവർക്കായാലും ഒന്നും ചിലപ്പോൾ അതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവില്ല. അപ്പോൾ അവർ ചിലപ്പോൾ നമ്മളോട് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ട് പറയുമായിരിക്കും. പക്ഷെ അത് അവർക്ക് അറിയാത്തത് കൊണ്ടാണെന്ന് വിചാരിച്ച് നമ്മളത് വിട്ട് കളയുക. എന്നിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. പരമാവധി നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ലൈവ് ഇട്ടിട്ട് വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാൻ മെയിനായിട്ട് ലൈവ് തന്നെയാണ് കേട്ടോ. ലൈവിന് കണ്ടിന്യൂസ് ആയിട്ട് ലൈവ് ഇടുക. പിന്നെ പരമാവധി വേസ് ലൈവ് ഇടാൻ നോക്കുക. ഈ സ്ക്രീൻ കാസ്റ്റ് ലൈവൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ ആവില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. അപ്പം നമുക്ക് 1 മണിക്കൂറോ സമയമുള്ളെങ്കിൽ ആ 1 മണിക്കൂർ നമ്മൾ ഫേസ് ലൈവ് ചെയ്യുക. അല്ലാതെ വെറുതെ കുറേ ഫോട്ടോ വെച്ചിട്ട് ലൈവ് ചെയ്യാതിരിക്കുക. അതൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് ഈ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ട് നമുക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ മോണിറ്റൈസേഷൻ കിട്ടാതിരിക്കുന്ന ഒരുപാട് പേരുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പരമാവധി ഫേസ് ലൈവ് ചെയ്യാൻ നോക്കുക. പിന്നെ ഒരേപോലത്തെ ഡ്രസ്സ് ഇട്ടിട്ടുള്ള വീഡിയോസ്, ഇപ്പോൾ ഡബ് മാഷുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരേ ഡ്രസ്സ് ഇട്ടിട്ട്, ഞാനൊക്കെ അങ്ങനെയാണ് കേട്ടോ, ഒരു ഡ്രസ്സ് ഇട്ട് 3 വീഡിയോസൊക്കെ ഇടാറുണ്ട്. അപ്പോൾ എനിക്ക് മോണിയുടെ കാര്യങ്ങളൊക്കെ ചെയ്തത് കുറുമ്പീസ് വേൾഡ് എന്ന് പറഞ്ഞ ചാനലാണ് കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെയുള്ള ഇതൊന്നും ചെയ്യാൻ പാടില്ല, ഇപ്പോൾ പുതിയ നിയമങ്ങളാണ്, റീറെഡ്യൂസ്ഡ് കണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നൊക്കെ പറഞ്ഞു. എനിക്ക് മോണിക്ക് അപ്ലൈ ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ദൈവം സഹായിച്ച് പെട്ടെന്ന് തന്നെ മോണിയൊക്കെ അപ്ലൈ ചെയ്തു പിറ്റേ ദിവസം തന്നെ എനിക്കതൊക്കെ എല്ലാം റെഡിയായി കേട്ടോ. എല്ലാത്തിനും എൻ്റെ കൃഷ്ണനോട് ഞാൻ ഒരുപാട് നന്ദി പറയാണ്. പിന്നെ നിങ്ങൾ ഓരോരുത്തരോടും ഒരുപാട് കടപ്പാടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഫാമിലിയിലെല്ലാവരും ഉണ്ട്, ഫുൾ സപ്പോർട്ടാണ്. എൻ്റെ ഹസ്ബൻഡാണെങ്കിലും കുട്ടികളാണെങ്കിലും എനിക്ക് ഫുൾ സപ്പോർട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇനിയും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ പരിശ്രമിച്ച് കഴിഞ്ഞാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. നന്നായിട്ട് മനസ്സറിഞ്ഞ് നമ്മളൊരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ അതിനു വേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റും.
അപ്പോൾ എന്തായാലും മാർച്ച് മാസം അവസാനം ആകുമ്പോഴേക്കും $100 കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇത് ചെറിയൊരു വീഡിയോ. എനിക്ക് കുറേ ദിവസമായിട്ടോ മോണിറ്റൈസേഷൻ ആയപ്പോൾ വിചാരിച്ചത് ഞാൻ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയണം, ആർക്കെങ്കിലും ഉപകാരമാവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇട്ടത്. എന്തായാലും ഇനി കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്.